വിഴിഞ്ഞത്ത് ആദ്യ ചരക്ക് കപ്പൽ സ്വീകരിക്കുന്ന ചടങ്ങിൽ ശശി തരൂർ MP പങ്കെടുക്കില്ല. മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം ഉറപ്പുവരുത്താത്തതിനാലാണ് പങ്കെടുക്കാത്തതെന്നാണ് ശശി തരൂരിന്റെ വിശദീകരണം. തുറമുഖ പദ്ധതിക്ക് പൂർണ്ണ പിന്തുണയുണ്ടെന്നും ശശി തരൂർ MP പറഞ്ഞു. തിരുവനന്തപുരം സലിം മാലിക് തന്നെയാണ് വിവരങ്ങളുമായിട്ടുള്ളത്. സലിം മാലിക്, ബഹിഷ്കരണം ഇല്ല പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന്, പക്ഷേ സ്ഥലം MP ആയിട്ട് പോലും ശശി തരൂർ നാളത്തെ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്താണ് അദ്ദേഹം പറയുന്നത്? ഗോപി, ശശി തരൂർ ഇക്കാര്യത്തിൽ വിശദീകരിക്കുന്നത് ഈ പദ്ധതിയോടോ പദ്ധതിയുടെ നടത്തിപ്പിനോടോ തനിക്ക് ഒരു തരത്തിലുള്ള എതിർപ്പുമില്ല. മാത്രമല്ല, ഒരു സ്ഥലം MP എന്ന നിലയിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ മുഴുവൻ ഇടപെടലുകളും താൻ നടത്തും, തന്നാലാവുന്നതൊക്കെ ചെയ്യും. പക്ഷേ ഈ വിഷയത്തിൽ കഴിഞ്ഞ തവണ ഈ ആദ്യത്തെ കപ്പൽ വന്നപ്പോൾ തന്നെ കുറച്ച് ആശങ്കകൾ, മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കകൾ താൻ അവിടെ വെച്ച് തന്നെ മുഖ്യമന്ത്രിയോടും സംസ്ഥാന സർക്കാരിനോടും അറിയിച്ചിരുന്നു. അപ്പോൾ തന്നെ അത് പരിഹരിക്കാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ 10 മാസം പിന്നിട്ടിട്ടും അതിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. സ്ഥലത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് ഇപ്പോഴും ആശങ്കയുണ്ട്. മാത്രമല്ല, അവരുടെ നഷ്ടപരിഹാരം നൽകുന്നതും പൂർത്തിയായിട്ടില്ല. ആ പശ്ചാത്തലത്തിലാണ് താൻ ഈ ചടങ്ങിൽ പങ്കെടുക്കാതെ ഇരിക്കുന്നത്. അതിനർത്ഥം താൻ ഈ തുറമുഖത്തിനെതിരാണ് എന്നല്ല എന്നുകൂടി വ്യക്തമാക്കിക്കൊണ്ടാണ് ശശി തരൂർ ട്വിറ്ററിൽ ഉൾപ്പെടെ ഈ വിഷയം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഗോപി, സലിം മാലിക്, തിരുവനന്തപുരത്ത് നിന്ന്.